ലാലേട്ടന്റെ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം റിലീസ് മാറ്റുകയാണ്. നമ്മുടെ മോളിവുഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ആയ ഒരു സിനിമ തന്നെയാണ് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം. ഇപ്പോൾ ഓൾമോസ്റ്റ് സിനിമ ഏപ്രിൽ 2-ാം തീയതി ഇന്ന് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ 2 മാസത്തിന് ശേഷമായിരിക്കും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്, ഏപ്രിലിന് ശേഷം. അങ്ങനെ നോക്കുമ്പോൾ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരമായിരിക്കും സിനിമയുടെ റിലീസ് വരാൻ പോകുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിലവിൽ യാതൊരു പ്രൊമോഷന്റെ ഭാഗമായി ടീസറോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗത്ത് പുതിയൊരു വീഡിയോ സോങ്ങോ അല്ലെങ്കിൽ സിംഗിൾസോ ഒരു പോസ്റ്റേഴ്സോ പുറത്തിറങ്ങുന്നില്ല. ഓൾമോസ്റ്റ് അത് കൺഫേം ചെയ്യുകയാണ് സിനിമ റിലീസ് മാറ്റുകയാണെന്ന്. അടുത്ത അപ്ഡേറ്റ്, ഷെയ്ൻ നിഗത്തിന്റെ 27ാമത് സിനിമയുടെ അനൗൺസ്മെന്റ് ഗ്ലിംസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അത് ഇതിന് കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ബൾട്ടിയാണ്. തിയേറ്ററുകളിൽ സിനിമ ഒരു ഫ്ലോപ്പ് ആണ്. എന്തായാലും 27ാമത് സിനിമയിലെ മ്യൂസിക് നമ്മുടെ സാം എസ് ആണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ സാഗർ ആണ് ചെയ്യാൻ പോകുന്നത്. ഡെബ്യൂട്ട് ആയ ഡയറക്ടർ തന്നെയാണ്. എന്തായാലും ഈ ഒരു പടത്തിന്റെ റിലീസ് എന്തായാലും ഈ വർഷം തന്നെയാണ് വരാൻ പോകുന്നത്. 27ാമത്തെ സിനിമ ഷെയ്ൻ നിഗത്തിന്റെ. എന്തായാലും കാത്തിരിക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ 27ാമത്തെ സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ നെസ്ലൻ അഭിനയിച്ച് വരാൻ പോകുന്ന ഒരു സിനിമയുടെ തന്നെയാണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് പുതിയൊരു ഈദ് മുബാറക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. നമ്മുടെ നെസ്ലൻ, ഷർഫുദ്ദീന്, സംഗീത് എന്നിവരൊക്കെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. ഡയറക്ഷൻ അഭിനവ് സുന്ദർ നായകാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ വിനി ശ്രീനിവാസൻ സിനിമയുടെ സംവിധായകനാണ്. മെയ് മാസം 14-ാം തീയതിയാണ് സിനിമ ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയ്ക്ക് റിലീസിനൊന്നും ഒരു മാറ്റവും ഇല്ല. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മെയ് 14-ാം തീയതി നമ്മുടെ നെസ്ലിൻ അഭിനയിച്ച മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ്, ജയസൂര്യയുടെ വരാൻ പോകുന്ന അടുത്തൊരു മലയാള സിനിമയുടെ അനൗൺസ്മെന്റ് തന്നെയാണ്. നമ്മുടെ കളംകാവൽ ഡയറക്ടറായ ജിതിൻ കെ ജോസ് ആയിട്ടാണ് അടുത്ത ജയസൂര്യ സിനിമ വരാൻ പോകുന്നത്. എന്തായാലും കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മമ്മൂക്കയായിട്ട് വന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ്. എന്തായാലും നമ്മുടെ കളംകാവൽ ഡയറക്ടറിന്റെ അടുത്ത സിനിമ നമ്മുടെ ജയസൂര്യ ആയിട്ടാണ്. എന്തായാലും ജയസൂര്യന്റെ ഒരു സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്ന മുജീബ് മജീദ് തന്നെയാണ് കളംകാവൽ സിനിമയിൽ അതേ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. പ്രൊഡക്ഷൻ ഹൗസ് വരാൻ പോകുന്ന മാജിക് മൂൺ പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഒഫീഷ്യലായ ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ ഷൂട്ടിനായിട്ട്. എന്തായാലും ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ് ഈ വർഷം തന്നെയായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മണിരത്നത്തിന്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന അടുത്ത സിനിമയാണ് പ്രൊഡക്ഷൻ നമ്പർ 23. മദ്രാസ് ടോക്കീസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മുടെ വിജയ് സേതുപതി, സായ് പല്ലവി എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. നമ്മുടെ മ്യൂസിക് നമ്മുടെ AR റഹ്മാൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ വർഷം തന്നെയായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് മണിരത്നത്തിന്റെ അടുത്ത സിനിമയ്ക്കായിട്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ഉലക നായകനായിട്ട് വന്ന തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ വൻ പരാജയമാണ് തിയേറ്ററുകളിൽ നേടിയെടുത്തത്. OTT റിലീസിന് ശേഷം സിനിമയ്ക്ക് നല്ല ട്രോളും കാണാൻ സാധിച്ചു. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് മണിരത്നത്തിന്റെ അടുത്തൊരു സിനിമയ്ക്കായിട്ട് പ്രൊഡക്ഷൻ നമ്പർ 23. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കറുപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ സൂര്യ അണ്ണന്റെ സിനിമയുടെ റിലീസ് തന്നെയാണ്. പടം നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പെൻ സ്റ്റുഡിയോസ് ആയിരിക്കും. എന്തായാലും പടത്തിന്റെ റിലീസ് മെയ് 14-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസമാണ് റിലീസ് കംപ്ലീറ്റ് ചെയ്ത അനൗൺസ്മെന്റ്. സൂര്യ, തൃഷ, യോഗി ബാബു, ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. സായ് അഭ്യങ്കർ ആണ് സിനിമയിലെ മ്യൂസിക്. RJ ബാലാജി ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മെയ് മാസം 14-ാം തീയതി കറുപ്പ് എന്ന സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്ക ഖാൽ റഹ്മാൻ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. അങ്ങനെ ഇന്നലെ ഈദ് പ്രമാണിച്ച് സിനിമയുടെ ഭാഗത്ത് വൈകുന്നേരം 6 മണിക്ക് ടൈറ്റിൽ റിവീൽ വന്നിരിക്കുകയാണ്. മട്ടാഞ്ചേരി മാഫിയ എന്നാണ് പടത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഗാങ്സ്റ്റർ സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. ആസിഫ് അലി, നെസ്ലനൊക്കെയാണ് സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നത്. തിരക്കഥ 3 പേരാണ് എഴുതിയിരിക്കുന്നത്. നിയോഗ് കൃഷ്ണ, ഷർഫു, സുഹാസ്, അതുപോലെ തന്നെ താസ്, അബ്ദുൽ സലാം എന്നിവരൊക്കെയാണ് പടത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിക് നമ്മുടെ OG മ്യൂസിക് കമ്പോസർ ആയ നമ്മുടെ RX വിജയനാണ്. BGM നമ്മുടെ സുഷിൻ ശ്യാമാണ്. എന്തായാലും കിടുക്കും സിനിമയിലെ BGMs. ഡൂപ്പ് ജിംഷി ഖാലിദാണ്. എഡിറ്റർ നൗഫൽ അബ്ദുള്ളയാണ്. കോസ്റ്റ്യൂം മഷർ ഹംസയാണ്. എന്തായാലും പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ഖാലിദ് റഹ്മാൻ മട്ടാഞ്ചേരി മാഫിയ സിനിമയ്ക്കായിട്ട്. എന്തായാലും എത്ര പേരാണ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.